ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാൽ, അങ്ങനെ അവിടെ ഒരു പുഴയുടെ അരികിലായിട്ട് ഒരു ജഡം പൊങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടിട്ട് പോവുകയാണ് നന്ദു അങ്ങോട്ടേക്ക്. അപ്പൊ നവ്യാണോ എന്ന് ഒരു സംശയം, എല്ലാവർക്കും ഒരു സംശയമുണ്ട് നവ്യാണോ എന്ന്. നവ്യ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തില്ല. അപ്പൊ അവിടെ എത്തുന്ന ഒരു സീനാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് നവ്യ അല്ല, വേറെ ഏതോ ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ നന്ദു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മാളവികയും ഡേവിഡും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മാളവിക തിരിഞ്ഞും മറിഞ്ഞും ഹരിച്ചും ഗുണിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പുറകെ, അതായത് നിങ്ങളുടെ അതെ നമ്മുടെ ഡേവിഡിന് മുകളിലുള്ള ഒരാളുണ്ടല്ലോ, അപ്പം അത് ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡേവിഡ് ഒരു കണക്കിനും പിടി തരുന്നില്ല കേട്ടോ. ഡേവിഡ് എല്ലായിടത്തും ഡേവിഡ് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. മുകളിൽ ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പറയുന്നില്ല. ഇവരുടെ പുറകിൽ ഉള്ള കറുത്ത കരങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ മാളവിക മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചിട്ടും സത്യം പറഞ്ഞാല് നമ്മുടെ ഡേവിഡ് ഉരുണ്ട് കളിക്കുന്ന അല്ലാതെ ഒന്നും അങ്ങോട്ട് പിടിവിട്ട് അങ്ങോട്ട് പറയുന്നില്ല. അപ്പൊ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ നവ്യ കയറി വരുന്നത്. അങ്ങനെ ഡേവിഡിന്റെ അടുത്ത് നവ്യ കയറി വന്നു. അപ്പോഴത്തേക്കും മാളവികയോട് പൊക്കോളാൻ പറഞ്ഞു. അതായത് നവ്യയും ഡേവിഡും സംസാരിക്കുന്നത് കേൾക്കാൻ പാടില്ലല്ലോ നമ്മുടെ മാളവിക. അപ്പൊ മാളവിക പോയി. അങ്ങനെ നവ്യ കയറി വന്നിരുന്നതും ആകപ്പാടെ തകർന്നായിരിക്കുന്നെന്ന് ഡേവിഡിന് മനസ്സിലായി. അപ്പൊ ഡേവിഡ് ചോദിച്ചു, എന്താ നവ്യ ഇപ്പം പറ്റിയത്, എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രശ്നമുണ്ട് സാറേ എനിക്ക് കുറച്ച് കാര്യം സാറിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണെങ്കിലും പറഞ്ഞോളൂ നവ്യ, നിന്റെ എന്ത് പ്രശ്നമാണെങ്കിലും കേൾക്കാൻ തയ്യാറാണ് ഞാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാം, എനിക്കതിന് പരിഹാരം ഉണ്ടാക്കി തരണം സാറേ, പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ. അതെ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലെ അനന്തപുരി തറവാട്ടില് ഒരു പെങ്കൊച്ചു വന്നിരുന്നു. അത് ആദർശിന്റെയും കൊച്ചാണ്, ആദർശിന് അവിഹിതത്തിലുണ്ടായ കൊച്ചാണ് എന്നാണ് പൊതുവെ ഒരു പറച്ചിലും കാര്യങ്ങളും ഒക്കെ. ഇപ്പം അത് നേരെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം എന്റെ ഭർത്താവിന്റെ കുട്ടിയാണ് ആ കുട്ടിയെന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ ഈ പറയുന്നത്? ഇതൊക്കെ ഗോസിപ്പായിരിക്കുന്നേ. അല്ല, എന്റെ അമ്മ തന്നെയാ പറയുന്നത്. അല്ല, അമ്മ പറയുന്നതൊക്കെ ശരിയായിരിക്കും, അമ്മ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടായിരിക്കും പറയുന്നത്. അതൊന്നും സത്യമാവുന്നതില്ല. വെറുതെ കുടുംബജീവിതം നശിപ്പിച്ച് കളയുന്നത് എന്തിനാണ് നവ്യ? കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു ചാടി കുടുംബം നശിപ്പിച്ചൊക്കെ കളയാൻ പറ്റും പെട്ടെന്ന്. പക്ഷെ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കണേ പെടുന്ന പാട് എത്രമാത്രമാണെന്ന് നവ്യക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നവ്യയുടെ കുഞ്ഞിന്റെ അച്ഛനല്ലേ. അപ്പം കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെ കയറെടുക്കാൻ നിൽക്കാതെ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് ചെയ്താൽ പോരെന്ന് ചോദിച്ചപ്പം അതിനിപ്പോ ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്, എനിക്ക് അറിയണം, സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നത്? വേറൊന്നുമല്ല, നമുക്കൊരു DNA ടെസ്റ്റ് നടത്താം. താനൊരു കാര്യം ചെയ്യ്, ആ പെങ്കൊച്ചിന്റെ മുടിയും അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ മുടിയും കൂടെ കൊണ്ടുപോവാ, നമുക്ക് ഒരു ചെറിയൊരു DNA നടത്തിയെടുക്കാം. അപ്പൊ പിന്നെ സമാധാനം ഉണ്ടല്ലോ തനിക്ക്. ആ ശരി സാറേ, എന്നാ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു നവ്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ നാഗേന്ദ്രനോടും അതുപോലെ നമ്മുടെ അവന്തികയോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക ആര്? ഈ പറയുന്ന നമ്മുടെ ഡേവിഡ്. ഇനി ഇതിൽ കൂടുതൽ മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ നവ്യ പറഞ്ഞത് ഫസ്റ്റ് ടീമിന്റെ അടുത്ത് തന്നെയാ. ഇനിയിപ്പം നമ്മുടെ അഭി കള്ളനാണ്, അല്ലെങ്കിൽ അഭിയുടെ കുഞ്ഞാണ് ചന്തുമോള് എന്നൊക്കെ തെളിയിക്കുവോ? അങ്ങനെ തെളിയിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പറയുന്ന നാഗേന്ദ്രന്റെ മോന്റെ വിലയല്ലേ അവിടെ പോകുന്നത്. അപ്പൊ ഈ ഡേവിഡ് ഇത് ചെന്ന് പറഞ്ഞത് കറക്റ്റ് സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. വേറെ ആരോടും അവള് പോയി പറഞ്ഞില്ലല്ലോ. ഏതായാലും എന്റെ മോൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇങ്ങനെയുള്ള ചെറിയ മക്കളുടെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അവനെ അങ്ങനെ മക്കളുടെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ നമുക്ക് ദൂഷിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അവന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും അവന്റെ കൊച്ചല്ല ചന്തുമോള് എന്ന് നമ്മള് നവ്യോട് പറഞ്ഞാൽ നവ്യ വിശ്വസിക്കും. ഇപ്പം തൽക്കാലം അങ്ങനെ ഇരുന്നാൽ മതി. അല്ലെങ്കിലും അവളെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ആ നവ്യനെ കുറച്ച് കഴിയുമ്പോൾ അവളെടുത്ത് തൂത്തു മാറ്റാനുള്ളതാ. എന്റെ മോനും അവളോട് ഒരു താല്പര്യമില്ല. എന്റെ മോന് എന്തോ അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്ന. പക്ഷെ ഇപ്പൊ നമുക്ക് നവ്യനെ പിടിക്കേണ്ട കാര്യമുണ്ട്. നവ്യ ഇപ്പൊ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ആദ്യം നമ്മുടെ ഈ AM ജ്വല്ലറി ഒന്ന് സെറ്റായി വരട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഞാൻ നൈസായിട്ട് നവ്യനെ മാറ്റും. എന്റെ മോന് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ എന്റെ മോൻ ഇരിക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ അവന്തികം പറഞ്ഞു, അല്ലെങ്കിലും അവൾക്ക് അഹങ്കാരം പിടിച്ചു നടക്കുക. അവളുടെ വിചാരം അവള് വലിയ സുന്ദരിയാണ്, അവള് വലിയ മോഡലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവളുടെ അഹങ്കാരം നമുക്ക് മാറ്റി കൊടുക്കാന്നല്ലേ ഉള്ളൂ മോളെ. നോക്കിക്കോ, ആരൊക്കെ എന്റെ ചുറ്റും വന്ന് നിന്നാലും വെട്ടി ദൂരെ എറിയും ഞാന്. ഇപ്പം അവളെ തീറ്റ കൊടുത്ത് വളർത്തുന്നത് കുറച്ച് കഴിയുമ്പോൾ വെട്ടി ദൂരെ എറിയാൻ വേണ്ടി തന്നെയാ എന്നൊക്കെ ഇവര് സംസാരിക്കുന്നു. ഏതായാലും നവ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നവ്യ അഭിനെ വിശ്വസിക്കും. ഇവര് പറയും ആ DNA നടത്തിയപ്പോഴത്തേക്കും ചന്തുമോള അഭിയുടെ കുഞ്ഞല്ല എന്ന്.
അപ്പൊ എന്താണ്, നമ്മുടെ അഭിയോട് വീണ്ടും നവ്യക്ക് സ്നേഹം കൂടും, ആ കള്ളൻ വീണ്ടും നവ്യനെ ചതിക്കും. ഇത് തന്നെ ഉണ്ടാകാൻ പോകുന്നത്. പൊട്ടി അതൊന്നും അറിയത്തില്ല, അത് ഇങ്ങനെ നടക്കുകയാണ് കരതെണ്ടി അവിടെ ഇവിടെയൊക്കെ ചോദിച്ച്. സ്വന്തം അമ്മ എന്താണെങ്കിലും ഒരു മകളെ കൊണ്ട് കുഴി ചാടിക്കാൻ നോക്കത്തില്ല എന്നൊന്നും ചിന്തിക്കാനുള്ള ബോധമോ വെളിവോ ഒന്നും നവ്യക്കില്ല. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു നേരെ ചെല്ലുകയാണ് നയനയുടെ ആദർശന്റെ അടുത്തേക്ക്. നയനയെ ആദർശം പേടിച്ച് വരച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. നയനയ്ക്കും ആദർശം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ആ ബോഡി നവ്യയുടെ ആണോ ഇല്ലയോ എന്ന് അവർക്ക് ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പം നന്ദു ഓടി ചെന്ന ഉടനെ തന്നെ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് മോളെ ആ ബോഡി ആരുടെയാ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പേടിക്കണ്ട നയനേച്ചി, ആ ബോഡി ചേച്ചിയുടെ അല്ല, നവ്യേച്ചിയുടെ അല്ല, അത് വേറൊരു പെൺകുട്ടിയുടെ എന്ന്. നീ സത്യമാണ് ഈ പറയുന്നത്, എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ നീ? പിന്നെ എന്റെ ചേച്ചിയുടെ ബോഡി കണ്ടിട്ട് ഞാൻ വന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നവ്യേച്ചിയുടെ ബോഡി കണ്ടിട്ട് ഞാൻ തകർന്നു പോവില്ലേ ആകപ്പാടെ? അപ്പം അത് നവ്യേച്ചിയുടെ ബോഡി അല്ലല്ലേ? അല്ലെന്നേ. പക്ഷെ സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേട് എടുത്തിട്ട് അമ്മ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് അറിയാൻ മേലാത്തത്. അമ്മയ്ക്ക് ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അനുഭവിക്കട്ടെ, എല്ലാവരും അനുഭവിക്കട്ടെ. പിന്നെ നവ്യേച്ചി അനുഭവിക്കണമല്ലോ. കാരണം നവ്യേച്ചി ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പം എണ്ണി 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 ഓരോന്നായിട്ട് അനുഭവിച്ചോണ്ട് അങ്ങ് പോട്ടെ. ഏതായാലും ചേച്ചി ഇതോർത്ത് ടെൻഷൻ അടിക്കരുത്. വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് മറക്കരുത്. ചുമ്മാ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സമാധാനത്തിന് ഇരിക്കുക. പിന്നെ എനിക്ക് നവ്യേച്ചി എവിടെയുള്ളതെന്ന് തിരക്കണം. മാത്രമല്ല ഒരു പെങ്കൊച്ചിന്റെ ബോഡി പൊങ്ങിയിട്ടുണ്ടല്ലോ, ആ പെണ്ണിന്റെ കേസും അന്വേഷിച്ച് ഇനി പോവുകയൊക്കെ വേണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ, ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ നയനക്ക് ഏറെക്കുറെയൊക്കെ ആശ്വാസമായിട്ടോ. ഏതായാലും നയന ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ ഇപ്പഴാ സമാധാനമായത്. അയ്യോ ഇനിയിപ്പോ നവ്യേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമായിരിക്കുമോ? ആര് പറഞ്ഞു നവ്യ കടുങ്കൈ ചെയ്യുന്നു? അവൾക്ക് അതിനുള്ള മനസ്സൊന്നും ഇല്ലെന്നേ. അവളുടെ മനസ്സ് എന്താണെന്ന് നിനക്ക് അറിയത്തില്ലേ? നവ്യ കടുങ്കൈ ഒന്നും ചെയ്യത്തില്ല. അവൾക്ക് ഇച്ചിരി ധൈര്യമുള്ള കൂട്ടത്തിൽ തന്നെയാ. അവളോട് 1000 തവണ പറഞ്ഞതാ ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് വീട്ടിൽ പോയി നിൽക്കാന്. എന്നിട്ടും അവൾ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അവൾ ഇതൊക്കെ അനുഭവിക്കണം. അവനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ, അവനുമായിട്ടുള്ള ബന്ധം നിർത്തുകയാണെങ്കിൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടായിരുന്നു. അവനെ പോലെ ഒരു കുരിശിന് അനന്തപുരി തറവാട്ടുകാർ ചുമക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ നിന്റെ ചേച്ചി എന്താ അതിന് കൂട്ടാക്കൊന്നുമില്ല. എന്നിട്ട് ഓരോന്നോരോന്ന് വലിച്ചു വെച്ചോണ്ടും ഇരിക്കുന്നത്. എന്ത് ചെയ്യാനാ? നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ ആദർശം സമാധാനിപ്പിക്കുന്ന ഒരു സീനാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എല്ലാവരും വെപ്രാളത്തിലാണ് കേട്ടോ. അനന്തപുരി തറവാട്ടില് നമ്മുടെ നവ്യനെ കാണുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഭയങ്കര വെപ്രാളത്തിൽ. അപ്പം ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ്. ദേവയാനി ജയനും അജയനും ഒക്കെ ഉണ്ട്. എല്ലാവരും നവ്യ എവിടെ പോയി എന്ന് അറിയത്തില്ലാത്ത ആ ഒരു ഇതിൽ ഇരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പറയുന്നു. കനകദുർഗ അത് പറയണ്ടായിരുന്നു എന്ന് പറയുന്നു. കനകദുർഗ പറഞ്ഞതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പല പല സ്ഥലത്തു നിന്നും ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേ ഇരിക്കുക. അഭിയും ജലജയുമാണ് പേടിച്ചു പറിച്ച് നിൽക്കുന്നത്. അവൾ എവിടെ പോയതായിരിക്കും, കണ്ടില്ലല്ലോ. ഇനിയിപ്പം അവള് പോലീസ് സ്റ്റേഷനിൽ വല്ലതും ചെന്ന് പരാതി വല്ലതും കൊടുക്കുമായിരിക്കും ഓടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അഭി പറഞ്ഞു, ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദു വന്ന് എന്നെ അടിച്ച പോലെ എടുത്തിട്ട് അടിക്കില്ലേ? അടി കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ അവളുടെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാണ്ടല്ലോ, നവ്യയുടെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാൽ നിന്നെ വലിച്ചു കീറി അവള് ഉപ്പിലിടത്തേ ഉള്ളൂ. അറിയാലോ അവളുടെ സ്വഭാവം. അവള് ഒരു വൃത്തികെട്ട പെണ്ണാ. അവൾക്ക് അതും ഇതൊന്നും അവള് നോക്കത്തില്ല. അവളുടെ മുമ്പിൽ ആരാണെന്നൊന്നും അവള് നോക്കത്തില്ല. അവൾ അങ്ങനെ ചെയ്യുന്നവളാന്ന് നിനക്ക് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നവ്യ കയറി അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഏകദേശം എല്ലാവർക്കും ഒരു ആശ്വാസമായത്. ദേവയാനിയൊക്കെ ചങ്കത്ത് കൈവച്ചിരിക്കുക, വന്നല്ലോ, ഒരു കുഴപ്പവും ഇല്ലല്ലോ, ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്തിട്ടായിരുന്നു പേടി എല്ലാവർക്കും. അങ്ങനെ നവ്യയോട് എവിടെ പോയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ അവിടെ ഇരിക്കുന്നവർ എല്ലാവരുടെയും മുമ്പിൽ, ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ, ആരും എന്റെ കാര്യം അന്വേഷിക്കാൻ വരണ്ട, ആരും എന്റെ കാര്യം അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ്. ജയനും നമ്മുടെ ദേവയാനിയൊക്കെ ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിലാണ് അഹന്ത കളിച്ച് അഹംഭാവം കളിച്ചു പോകുന്നത്. ഈ സമയത്ത് അവിടെ നമ്മുടെ ജലജയും അഭിയും ഉണ്ടായിരുന്നു. ജലജയും അഭിയും എന്ത് ചെയ്യുന്നറിയാതെ നിൽക്കുകയാണ്. നമ്മുടെ നവ്യ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല കമ്പിപ്പാരെ എടുത്ത് വെച്ച് കുത്തി കയറ്റുമെന്ന് സഹിതം പേടിയുണ്ട്. അപ്പം ആ ഒരു പേടിയിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ നവ്യ നോക്കി പേടിപ്പിച്ചിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. അതായത് നമ്മുടെ അഭിനെ അത്രയ്ക്കൊന്നും നോക്കി രൂക്ഷമായിട്ട് പേടിപ്പിച്ചിട്ട് അങ്ങ് പോവാ. അപ്പൊ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഇതെന്താണ് ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്, ഇവളിപ്പോ ഒന്നും ചെയ്യുന്നുമില്ലോ, ഒന്നും പറയുന്നുമില്ല, ഇവിടെ മനസ്സിലെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അഭി പറഞ്ഞു, ആർക്കറിയാം അവൾ എന്തൊക്കെയാ മനസ്സിൽ കണ്ടേക്കുന്നത്, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടാ നീ ഒരു കാര്യം ഓർത്തോ, അവള് വല്ലോം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ നിനക്ക് നിക്കപ്പുറതി ഉണ്ടാകത്തില്ല. മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് അനന്തപുരി തറവാട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോകേണ്ടി വരും. ഇനി അവളുടെ കയ്യിൽ വല്ല വിഷവും കാണുമായിരിക്കും, അവൾ അകത്തേക്ക് വല്ല വിഷവും കൊണ്ടുമാണോ പോയത് എന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് ജലജ തന്നെ പറഞ്ഞു, വിഷം കൊണ്ട് പോയിട്ടുണ്ട്. ദേ മോനെ, നീ എന്തെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ തീർന്നു. അവൾ തന്നെ ചാകാനൊന്നും നോക്കത്തില്ല, ചാവുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ അവള് ചാകത്തുള്ളൂ.
മാത്രമല്ല ചിലപ്പോൾ ഇവൾ ഈ അനന്തപുരി തറവാട് കത്തിക്കും, തീയിടും. എന്റെ ദൈവമേ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ആദർശവും ആയിരിക്കുമല്ലേ ഈ സ്വത്തിനൊക്കെ ഉടമ. അയ്യോ, അവരിവിടെ ഇല്ലല്ലോ, ഏതായാലും അവര് മരിക്കാൻ പോകുന്നില്ലോ എന്ന് പറഞ്ഞിപ്പം അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെ പെര കത്തുമ്പോ വാഴ വെട്ടുന്ന അവസ്ഥയിൽ അമ്മ നിൽക്കാതിരിക്കുക. അമ്മയ്ക്ക് എന്താ ഇപ്പം വേണ്ടത്? ഇപ്പം ജീവനാണോ വേണ്ടത്, അതോ ഇപ്പൊ അനന്തപുരി തറവാട്ടിലെ സ്വത്താണോ വേണ്ടത്? എനിക്കറിയത്തില്ല എന്തായി തീരുന്ന. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഉരുകുമ്പോഴത്തേക്കും സ്വത്തോ എന്ന് പറഞ്ഞ് ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ സ്വത്തില്ലാതെ ജീവിക്കാൻ പറ്റും? ഇത്രയും നാൾ നമ്മൾ ഇവിടെ നിന്നതിന് പിന്നെ എന്താ അർത്ഥമായി? എന്താ അർത്ഥം നമ്മൾ ഇവിടെ നിന്നതിന്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നീ അങ്ങോട്ട് അനുഭവിക്കുക. എനിക്ക് പറ്റത്തില്ല തെരുവിൽ ഇറങ്ങി തെണ്ടാനും പിച്ച എടുക്കാനൊന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി നയനെ വിളിക്കുക. അപ്പൊ നയനെ വിളിച്ചിട്ട് ദേവയാനി പറയാണ് നവ്യേച്ചി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് നയനയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ടോ. ഏതായാലും നയന് പറഞ്ഞു ആദർശിനോട് അവിടെ ചെന്നിട്ടുണ്ടെന്നാ പറഞ്ഞു, ചേച്ചി അവിടെ ചെന്നിട്ടുണ്ടെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ എങ്കിലും നിനക്ക് ആശ്വാസമായല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല എന്ന്. അപ്പൊ തന്നെ ആദർശിന് ഒരു കോള് വരികയാണ്. ആദർശിന് ഒരു കോള് വരുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ നമ്മളെ കേൾപ്പിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സേവിയറോ ഇവരെങ്ങാണ്ട് ഒരു എന്തോ ഒരു സൈബർ സെല്ലിൽ ഒരാളുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വിളിച്ച് പറയാണ് ഇപ്പം ഡേവിഡ് മറ്റേ ഒരു പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു ഡീലർ ഉണ്ടല്ലോ, നമ്മുടെ നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വിളിച്ചു പറയാണ്. അപ്പൊ ഇത് ആദർശ് കേട്ടപ്പോഴത്തേക്കും എന്നാ പിന്നെ മാളവികേനെ വിളിച്ച് കാര്യങ്ങളൊന്ന് പറയണമല്ലോ, ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണമല്ലോ. അപ്പൊ മാളവികേനെ വിളിക്കുന്ന ആ ഒരു സീനും കൂടെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ അഭിയുടെ കള്ളത്തരമാണോ പൊളിയുന്നത്, നാഗേന്ദ്രന്റെ കള്ളത്തരമാണോ പൊളിയുന്നത്, മാത്രമല്ല കുടുംബത്തോടെ കള്ളത്തരം പൊളിയോ ഒരുമിച്ചെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം. ലൈക്ക് അടിക്കാനും മറക്കരുത്, ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കരുത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.